My dear children, how are you? I am Yasmin teacher. Today we are going to study new chapter. Chapter number 6, Subramanya Bharati. Subramanya Bharati. He was our national poet who inspired Indians to break their chains of independence and became independent. He had a keen desire to serve the nation and wrote inspiring literature. അദ്ദേഹം നമ്മളൊരു നാഷണൽ പോയറ്റ് ആണ്. അദ്ദേഹം നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് എന്ത് ചെയ്തു? കുറേ കവിതകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഈ പാഠത്തിൽ കൂടെ നമുക്ക്, ഈ ലെസണിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാം? അദ്ദേഹത്തെ പരിചയപ്പെടാം. ഓക്കെ, ഇത് കോൺവെർസേഷൻ ആണ്. സുലേഖ and Vijayalakshmi are two friends. They are friends. They are talking about Subramanya Bharati. Okay, Vijayalakshmi സുലേഖയും ഫ്രണ്ട്സ് ആണ്. അവര് സുബ്രഹ്മണ്യ ഭാരതിയെ കുറിച്ച് സംസാരിക്കുകയാണ്. ഓക്കെ, then let's go to the lesson. सुलेखा, मुझे आज संगीत प्रतियोगिता में प्रथम पुरस्कार मिला. विजयलक्ष्मी, तुमने कौन सा गीत गाया? सुलेखा, मैंने भारती जी का गीत हम करेंगे आज भारत देश का जयगान गाया था. विजयलक्ष्मी, भारती जी कौन? सुलेखा, सुब्रमण्य भारती जी. മനസ്സിലായി നിങ്ങൾക്ക്? അവിടെ സുലേഖ പറയാണ്, മുझे आज संगीत प्रतियोगिता में प्रथम पुरस्कार मिला. मुझे, मी, എനിക്ക്. आज means today. संगीत प्रतियोगिता में, संगीत means music അല്ലേ? संगीत प्रतियोगिता means competition. പ്രതിയോഗിത കോമ്പറ്റീഷൻ, സംഗീത് മ്യൂസിക്കൽ കോമ്പറ്റീഷനില് प्रथम पुरस्कार मिला, फर्स्ट प्राइज किटीन. मुझे आज संगीत प्रतियोगिता में प्रथम पुरस्कार मिला. എനിക്കിന്ന് മ്യൂസിക് കോമ്പറ്റീഷനിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടി. ടീച്ചർ അർത്ഥം പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ടെക്സ്റ്റ് ബുക്കിന്റെ മുകളിൽ, ആ വാക്കുകളുടെ മുകളിൽ പെൻസിൽ ഉപയോഗിച്ച് മീനിങ് എഴുതി വെക്കണം. എന്നാലേ ഉള്ളൂ പിന്നീട് പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് അർത്ഥം മനസ്സിലാക്കി വായിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ मुझे आज संगीत प्रतियोगिता मीन्स कॉम्पिटिशन में प्रथम पुरस्कार मिला. प्रथम पुरस्कार मीन्स फर्स्ट प्राइज. എനിക്കിന്ന് म्यूजिक कॉम्पिटिशन फर्स्ट प्राइज किട്ടി. तुमने कौन सा गीत गाया था? तुमने कौन सा गीत गाया था? कौन सा मीन्स which. നീ ഏത് പാട്ടാണ് പാടിയത്? ഏത് പാട്ടാണ്, ഏത് കവിതയാണ് പാടിയത്? സുലേഖ പറയുക, मैंने भारती जी का गीत हम करेंगे आज भारत देश का जयगान गाया था. ഞാൻ ഭാരതിജിയുടെ हम करेंगे आज भारत देश का जयगान എന്ന കവിതയാണ് ചൊല്ലിയത്, എന്ന പാട്ടാണ് ചൊല്ലിയത്. വിജയലക്ഷ്മിക്ക് ഡൗട്ട്, ഭാരതിജി കോൺ? ഭാരതിജി കോൺ? ഈ ഭാരതിജി ആരാണ്? ഭാരതിജി കോൺ? സുലേഖ സേ സുബ്രഹ്മണ്യ ഭാരതിജി. സുബ്രഹ്മണ്യ ഭാരതിജി. विजयलक्ष्मी പറയുക, अरे उनके गीत को दिल से गाओ तो पुरस्कार मिलेगा ही मिलेगा. अरे उनके गीत को दिल से गाओ तो पुरस्कार मिलेगा ही मिलेगा. सुनेगा, हाँ बिल्कुल, हाँ बिल्कुल. എന്താ പറഞ്ഞേ? വിജയലക്ഷ്മി പറയാണ്, അരേ ഉൻകെ ഗീത് കോ, അദ്ദേഹത്തിന്റെ പാട്ടിനെ ദിൽ സേ ഗാവോ തോ, മനസ്സറിഞ്ഞ് പാടുകയാണെങ്കിൽ, അതായത് മനസ്സറിഞ്ഞ് പാടുകയാണെങ്കിൽ പുരസ്കാർ മിലേഗാ ഹി മിലേഗാ, പ്രൈസ് കിട്ടുക തന്നെ ചെയ്യും. മിലേഗാ ഹി മിലേഗാ മീൻസ് കിട്ടുക തന്നെ ചെയ്യും. ഓക്കെ, ഉൻകെ ഗീത് കോ ദിൽ സേ ഗാവോ തോ, അദ്ദേഹത്തിന്റെ പാട്ടിനെ മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായിട്ട് പാടുകയാണെങ്കിൽ പുരസ്കാർ മിലേഗാ ഹി മിലേഗാ, പ്രൈസ് കിട്ടുക തന്നെ ചെയ്യും.
സുലേഖ ഹാ ഹാ ബിൽക്കുൽ. ബിൽക്കുൽ മീൻസ് ഓഫ് കോഴ്സ്. ബിൽക്കുൽ മീൻസ് ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും. ഓഫ് കോഴ്സ്. ഹാ ഹാ ബിൽക്കുൽ, യെസ് ഓഫ് കോഴ്സ്. യെസ് ഓഫ് കോഴ്സ്. विजयलक्ष्मी मैंने भी पिछले वर्ष स्पीक माइक में उनके द्वारा लिखा देशभक्ति गीत सुनाया था. मैंने भी ഞാനും पिछले वर्ष मीन्स लास्ट ईयर. पिछले वर्ष मीन्स लास्ट ईयर. मैंने भी पिछले वर्ष ഞാനും കഴിഞ്ഞ വർഷ स्पीक माइक में उनके द्वारा ലിഖ ദേശഭക്തി ഗീത സുനായ ഞാനും അദ്ദേഹം എഴുതിയ കഴിഞ്ഞ വർഷം അദ്ദേഹം എഴുതിയ എന്താണ് ദേശഭക്തി ഗാനം കേട്ടിരുന്നു. एक सच्चा राष्ट्रकवि ही ऐसे गीत बना सकते हैं. एक सच्चा राष्ट्रकवि. सच्चा राष्ट्रकवि मीन्स और യഥാർത്ഥ രാഷ്ട്രകവിക്ക് മാത്രമേ ഐസേ ഗീത് ബനാ സക്തേ ഹേ. ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. विजयलक्ष्मी भारती जी में देश सेवा और भारती जी में देश सेवा और साहित्य सेवा की लगन थी. ഭാരതിജിയില് അദ്ദേഹത്തില് ദേശസേവനത്തിലും അദ്ദേഹം എപ്പോഴും എന്തിനാ മുഴുകിയിരുന്ന് ദേശസ്നേഹത്തിലും സാഹിത്യ സേവനത്തിലും അദ്ദേഹം എപ്പോഴും മുഴുകിയിരുന്നെന്ന്. അപ്പൊ സുലേഖ പറയുക ഹാ देशवासियों पर होने वाला अंग्रेजों के अत्याचारों को देखकर उनका खून खौल उठा. हाँ തീർച്ചയായിട്ടും ദേശവാസിയോं पर ഇന്ത്യക്കാരില് ഹോനെ വാല ഉണ്ടാകുന്ന അംഗ്രേസോं के ബ്രിട്ടീഷുകാരുടെ അത്യാചാരോങ്കോ. അത്യാചാർ മീൻസ് അതിക്രമങ്ങൾ കണ്ടിട്ട് അതിനെ രക്തം തിളയ്ക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ ഭാരതീജി എപ്പോഴും എന്തിനാണ് ദേശസേവനത്തിലോ സാഹിത്യ സേവനത്തിലോ അദ്ദേഹം മുഴുകിയിരുന്നു അല്ലേ? അപ്പൊ ബ്രിട്ടീഷുകാര് ഇന്ത്യക്കാരോട് ചെയ്യുന്ന അതിക്രമങ്ങൾ കണ്ടിട്ട് അദ്ദേഹത്തിന്റെ രക്തം തിളക്കാൻ തുടങ്ങി. ഉനോനെ ബഡി ഓജസ്വി കവിതയെ ലിഖി. അദ്ദേഹം എന്ത് ചെയ്തു? നല്ല എനർജറ്റിക് ആയിട്ടുള്ള കവിതകളൊക്കെ എഴുതാൻ തുടങ്ങി. ഉനോനെ ബഡി അദ്ദേഹം നല്ല ഓജസ്വി കവിതയെ എനർജറ്റിക് ആയിട്ടുള്ള കവിതകളൊക്കെ എഴുതാൻ തുടങ്ങി. വിജയലക്ഷ്മി अपने देशवासियों को पराधीनता की बेटियां तोड़कर आजाद होने की प्रेरणा थी. തന്റെ ദേശവാസികളുടെ തന്റെ രാജ്യത്തുള്ള ജനങ്ങളുടെ പരാധീനതാക്കി അടിമത്തത്തിന്റെ ബേട്ടിയാ തോടുക്കർ ചങ്ങല പൊട്ടിച്ചുകൊണ്ട് ആസാദ് ഹോനേക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനുള്ള പ്രേരണാക്കി. അതൊരു ഇൻസ്പിറേഷൻ ആയെന്ന്. ഇത് അദ്ദേഹത്തിന്റെ കവിതകള്. മനസ്സിലാവുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ കവിതകള് തന്റെ ജനതയ്ക്ക് തന്റെ രാജ്യത്തുള്ളവരുടെ അടിമത്തത്തിന് ചങ്ങല പൊട്ടിച്ചുകൊണ്ട് അവർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനുള്ള പ്രേരണയായി തീർന്നു. എന്ത്? നമ്മുടെ ഭാരതിജിയുടെ കവിതകൾ. ഓക്കെ. സുലേഖ सच में भारती जी बहुत प्रतिभाशाली थे. सच में യഥാർത്ഥത്തിൽ ഭാരതിജി ഒരു പ്രതിഭാശാലിയാണ്. ടാലന്റഡ് പേഴ്സൺ ആണ്. കഴിവുള്ള ഒരാളാണ് അല്ലെ? കഴിവുള്ള ആളാണ്. तुम्हें पता है उन्हें 11 साल की उम्र में भारती की उपाधि मिली थी. तुम्हें पता है നിനക്കറിയാമോ? उन्हें അദ്ദേഹത്തിന് 11 साल की उम्र में 11 വയസ്സുള്ളപ്പോൾ ഭാരതിക്ക് ഉപാധി മിലി थी. ഭാരതി എന്ന ടൈറ്റിൽ കിട്ടിയെന്ന്. അപ്പൊ സുലേഖ क्या कहती हो? നീ എന്തീ പറയുന്നേ? വിജയലക്ഷ്മി ഹാ സച്ച്. യെസ് ഇറ്റ് ഈസ്. നേരാണ്. वे कविता तो 7 साल की आयु से ही लिखने लगे थे. അദ്ദേഹം കവിതകള് 7 വയസ്സുള്ളപ്പോൾ തന്നെ അത് എഴുതാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അദ്ദേഹം കവിതകള്
7 വയസ്സുള്ളപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? കവിതകൾ എഴുതാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. 11 साल के होते होते एटीएफओ के राजा ने इनकी प्रशंसा सुनी. അദ്ദേഹത്തിന് 11 വയസ്സായപ്പോഴേക്ക് എട്ടിയപ്പൂർ എന്ന രാജ്യത്തെ രാജാവ് എന്ത് ചെയ്തു? അദ്ദേഹത്തെ കുറിച്ച് കേട്ടു, അദ്ദേഹത്തിന്റെ മഹത്വങ്ങളെ കുറിച്ച് കേട്ടു അല്ലെ. ഇനിയും ദർബാർ में बुलाया और बाल कवि सुब्बैया को भारती की उपाधि से भूषित किया. രാജാവ് എന്ത് ചെയ്തു? നമ്മുടെ ഈ ഭാരതിജിയെ ദർബാർ മീൻസ് റോയൽ കോർട്ട് അല്ലേ, രാജസദസ്സിലേക്ക് വിളിപ്പിച്ചു. और बालकवि सुब्बैया को बालकवि सुब्बैया को ഭാരതി की उपाधि से विभूषित किया गया. അദ്ദേഹത്തെ ഭാരതി എന്ന ടൈറ്റിൽ കൊണ്ട് അലങ്കരിച്ചു അല്ലേ. ഇനി സുലേഖ, ബാലകവി സുബ്ബയ്യ. സുലേഖക്ക് ഡൗട്ട്, ഈ ബാലകവി സുബ്ബയ്യ ആരാ? വിജയലക്ഷ്മി പറയുക, സുബ്രഹ്മണ്യ को बचपन में प्यार से സുബ്ബയ്യ पुकारते थे. നമ്മുടെ സുബ്രഹ്മണ്യ ഭാരതിയെ കുട്ടിക്കാലത്ത് പ്യാർസെ സ്നേഹത്തോടെ സുബ്ബയ്യ എന്ന് വിളിച്ചിരുന്നെന്ന്. നമുക്കും ഇല്ലേ കുഞ്ഞുകാലത്ത് നമുക്ക് ഓരോ ഓമന പേരിലായിരുന്നോ? അതുപോലെ സുബ്രഹ്മണ്യ ഭാരതിയെ എന്താണ് കുട്ടിക്കാലത്ത് സുബ്ബയ്യ എന്നാണ് വിളിച്ചിരുന്നെന്ന്. ഓക്കെ. ധന്യ ഹുയി ഭാരതമാ ഐസെ പ്രതിഭാവൻ പുത്രകോ പാക്കർ. ഇത്രയും കഴിവുള്ള മക്കളെയൊക്കെ നേടിയിട്ട് നമ്മുടെ ഈ എന്താണ് ഈ ഭാരതമ, നമ്മുടെ ഈ ഇന്ത്യ എന്ന മഹാരാജ്യം ധന്യമായെന്ന് മനസ്സിലായോ? അന്നേരം നമ്മുടെ ഭാരതിജിക്ക് 11 വയസ്സുള്ളപ്പോ 11 साल की उम्र में 11 വയസ്സുള്ളപ്പോ ഭാരതി എന്ന ടൈറ്റിൽ കിട്ടി അല്ലേ. അദ്ദേഹം എപ്പോഴാണ് കവിത സ്റ്റാർട്ട് ചെയ്ത്? when he was 7 years old. അദ്ദേഹം 7 വയസ്സായപ്പോൾ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? കവിത എഴുതാൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ എട്ടിയപ്പൂർ എന്ന രാജ്യത്തെ രാജാവ് അദ്ദേഹത്തെ ദർബാറിലേക്ക് വിളിച്ച് എന്ത് ചെയ്തു? അദ്ദേഹത്തിന് ഭാരതിജി എന്ന ടൈറ്റിൽ നൽകി. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്? നെക്സ്റ്റ്, the lesson is over, so I'm going to read the lesson once more. All of you put your fingers there. Okay. पाठ 6, सुब्रमण्य भारती. सुलेखा, मुझे आज संगीत प्रतियोगिता में प्रथम पुरस्कार मिला. विजयलक्ष्मी, तुमने कौन सा गीत गाया? सुलेखा, मैंने भारती जी का गीत हम करेंगे आज भारत देश का जयगान गाया था. विजयलक्ष्मी, भारती जी कौन? सुलेखा, सुब्रमण्य भारती जी. विजयलक्ष्मी, अरे उनके गीत को दिल से गाओ तो पुरस्कार मिलेगा ही मिलेगा. सुलेखा, हाँ बिल्कुल. विजयलक्ष्मी, मैंने भी पिछले वर्ष स्पीक माइक में उनके द्वारा लिखा देशभक्ति गीत सुनाया था. सुलेखा, एक सच्चा राष्ट्रकवि ही ऐसे गीत बना सकता है. विजयलक्ष्मी, भारती जी में देश सेवा और साहित्य सेवा की लगन थी. सुलेखा, हाँ, देशवासियों पर होने वाले अंग्रेजों के अत्याचारों को देखकर उनका खून खौल उड़ा. उन्होंने बड़ी औजसी कविताएं लिखी. विजयलक्ष्मी, अपने देशवासियों को पराधीनता की बेड़ियां तोड़कर आजाद होने की प्रेरणा थी. सुलेखा, सच में भारती जी बहुत प्रतिभाशाली थे. विजयलक्ष्मी, तुम्हें पता है उन्हें 11 साल की उम्र में भारती की उपाधि मिली थी. सुलेखा, क्या कहती हो? विजयलक्ष्मी, हाँ सच. वे कविता तो 7 साल की आयु से ही लिखने लगे थे. 11 साल के होते होते एटीएफओ के राजा ने इनकी प्रशंसा सुनी. इन्हें दरबार में बुलाया और बालकवि सुब्बैया को भारती की उपाधि से विभूषित किया. सुलेखा, बालकवि सुब्बैया. विजयलक्ष्मी, सुब्रमण्य को बचपन में प्यार से सुब्बैया पुकारते थे. सुलेखा, धन्य हुई भारतमा ऐसे प्रतिभावान पुत्र को पाकर. पाठ മനസ്സിലായല്ലോ അല്ലേ? Now let's go through the exercise. अभ्यास. First, शब्दार्थ, word meanings. प्रतियोगिता, competition. पुरस्कार, prize.
ഖൂൻ ഖൗൽന ടു ബി വെരി ആംഗ്രി ദേഷ്യപ്പെടുക രക്തം തിളയ്ക്കുക. ഓജസി എനർജറ്റിക്. പരാധീനത ഡിപ്പെൻഡൻസ്. ബേഠിയ ഫെറ്റിസ്. പ്രേരണ ഇൻസ്പിറേഷൻ. പ്രതിഭാശാലി ടാലന്റഡ്. ഉപാധി ടൈറ്റിൽ. പ്രശംസ പ്രൈസ്. ദർബാർ എ റോയൽ കോർട്ട്. വിഭൂഷിത് കർണ അഡോൺഡ്. ബച്ചപ്പൻ ചൈൽഡ്ഹുഡ്. റുക്കാർന टू कॉल. नेक्स्ट प्रश्नों के उत्तर दे. प्रश्नों के उत्तर दे. फर्स्ट क्वेश्चन, संगीत प्रतियोगिता में प्रथम पुरस्कार किसे मिला? संगीत प्रतियोगिता में प्रथम पुरस्कार किसे मिला? म्यूजिक कॉम्पिटिशन फर्स्ट प्राइज आर्काണ് കിട്ടിയത്? आंसर सुलेखा को संगीत प्रतियोगिता में प्रथम पुरस्कार मिला. സുലേഖയ്ക്കാണ് म्यूजिक कॉम्पिटिशन फर्स्ट प्राइज കിട്ടിയത്. नेक्स्ट, हम करेंगे आज देश का जयगान किसका गीत है? हम करेंगे आज देश का जयगान ആരുടെ കവിതയാണ്? यह श्री सुब्रमण्य भारती का लिखा हुआ गीत है. यह श्री सुब्रमण्य भारती का लिखा हुआ गीत है. यह श्री सुब्रमण्य भारती जी का लिखा हुआ गीत है. यह श्री सुब्रमण्य भारती जी का लिखा हुआ गीत है. भारती जी ने किस उम्र से कविता लिखना शुरू किया? എത്രാമത്തെ വയസ്സ് അദ്ദേഹം കവിത എഴുതാൻ സ്റ്റാർട്ട് ചെയ്ത്? भारती जी की उम्र से എത്രാമത്തെ വയസ്സിലാണെന്ന്? भारती जी ने 7 साल की उम्र से कविता लिखना शुरू किया. भारती जी ने 7 साल की उम्र से कविता लिखना शुरू किया. भारती जी ने 7 साल की उम्र से कविता लिखना शुरू किया. 7 വയസ്സായപ്പോൾ തൊട്ട് എന്ത് ചെയ്തു? കവിത എഴുതാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. നെക്സ്റ്റ്, बालकवि सुब्बैया को किस उपाधि से विभूषित किया गया? बालकवि सुब्बैया को ഏത് ടൈറ്റിൽ വെച്ചാണ് അദ്ദേഹത്തെ പ്രശംസിച്ചത്? बालकवि सुब्बैया को भारती जी उपाधि से, भारती की उपाधि से विभूषित किया गया. बालकवि सुब्बैया को भारती की उपाधि से विभूषित
किया गया। बालकवि सुब्बैया को किस उपाधि से विभूषित किया गया? बालकवि सुब्बैया को भारती उपाधि से, भारती की उपाधि से विभूषित किया गया। ओके, नेक्स्ट, सही शब्द चुनकर वाक्य पूरे करें। चूज द करेक्ट आंसर एंड फिल इन द ब्लैंक्स। सुलेखा को संगीत प्रतियोगिता में पुरस्कार मिला। सुलेखा को संगीत प्रतियोगिता में प्रथम पुरस्कार मिला। वे देशवासियों को दिल से प्यार करते हैं। 11 साल की उम्र में उन्हें भारती की उपाधि मिली। 11 साल की उम्र में उन्हें भारती की उपाधि मिली। सुब्रमण्य को बचपन में सुब्बैया पुकारते थे। नेक्स्ट, हाँ या नहीं में लिखे। सुलेखा को नृत्य प्रतियोगिता में प्रथम पुरस्कार मिला। സുലേഖ को नृत्य प्रतियोगिता में डांस कॉम्पिटिशन सुलेखा കിട്ടിയത് नहीं अല്ലേ? सुलेखा को नृत्य प्रतियोगिता में नहीं सुलेखा को नृत्य प्रतियोगिता में अल्लाह संगीत प्रतियोगिता में पुरस्कार मिला। विजयलक्ष्मी ने स्पीक माइक में भारती जी की लिखा गीत सुनाया था। विजयलक्ष्मी ഭാരതി ജി എഴുതിയ കവിത സ്പീക്ക് മൈക്കിലൂടെ കേട്ടിരുന്നു. അല്ലേ? ഹായാണ്. നെക്സ്റ്റ്, സുബയ്യ ഭാരതി ജി കെ ബച്പൻ കാ നാം था. സുബയ്യ എന്നത് ഭാരതി ജിയുടെ കുട്ടിക്കാലത്തെ പേരായിരുന്നു. അല്ലേ? സുബയ്യ എന്നത് ഭാരതി ജിയുടെ കുട്ടിക്കാലത്തെ പേരായിരുന്നു. അടുത്ത, 7 वर्ष की उम्र में सुब्रमण्य को भारती की उपाधि मिली. 7 വയസ്സായപ്പോഴാണ് അദ്ദേഹത്തിന് ഭാരതി ഉപാധി കിട്ടിയത്? नहीं अല്ലേ? 11 साल की उम्र में नहीं, 11 साल के उम्र में उन्हें भारती की उपाधि मिली। नेक्स्ट, पर्यायवाची लिखे। पर्यायवाची सिनोनिम्स अല്ലേ? पर्याയ പദം എഴുതുക. पर्यायवाची लिखे. पुरस्कार, इनाम, पारितोषिक, इनाम, पारितोषिक। देश, राष्ट्र, वदन, राष्ट्र वदन। दिल, हृदय, मन। दिल, हृदय, मन। अर्थ, विलोम का मिलान करें। राइट ऑपोजिट विलोम शब्द लिखे. നോട്ട്ബുക്ക് ടെക്സ്റ്റ് ബുക്കിൽ എന്ത് ചെയ്യണം? മാച്ച് ചെയ്യണം അല്ലേ? പക്ഷെ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതാൻ എന്ത് ചെയ്യണം? അതിനെ എടുത്തെഴുതുക. ഓക്കെ, നോക്കിയേ. വിലോം ശബ്ദ ലിഖേ. विलोम, विलोम लिखे. विलोम लिखे देखिए. पुरस्कार, 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 दंड। प्रथम, प्रथम, अंतिम, प्रथम, अंतिम। पराधीनता, पराधीनता, स्वाधीनता, पराधीनता, स्वाधीनता। नेक्स्ट, आजाद, आजाद, गुलाम, आजाद,
ഗുലാം. സഫൽ, അസഫൽ. സഫൽ, असफल. पाप, पुण्य. പാപ പുണ്യട. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ മായ്ച്ചതാ മാത്രം മതിയാകും. നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എടുത്ത് എഴുതുമ്പോഴോ നേരെ നേരെ എഴുതുക കേട്ടോ. രാഖ രൂപക്കോ സംശയം ലിഖേ. രാ എന്ന അക്ഷരത്തിന് ഏത് രൂപങ്ങളെ കുറിച്ച് മനസ്സിലാക്കുകയും എഴുതി. കഴിഞ്ഞ വർഷം തേടി പഠിച്ചത് വർഷ ഉണ്ടോ, ധർമ്മ, പ്രേരണ, പ്രശംസ, ട്രസ്റ്റ്. നിങ്ങൾ ഇത് നേരിട്ട് എഴുതി വെച്ചാൽ മാത്രം മതി, വേറൊന്നും ചെയ്യേണ്ട കേട്ടോ. അങ്ങോട്ട് എടുത്തെഴുതുക, ധർമ്മം എന്ന് എടുത്തെഴുതുക, പ്രേരണ എന്ന് എടുത്തെഴുതുക, പ്രശംസ എന്ന് എടുത്തെഴുതുക, അത്രയും ചോദിച്ചാൽ മതി. അടുത്ത ഹിന്ദി में अर्थ लिख रहा है, मीनिंग इन हिंदी. कंपटीशन, प्रतियोगिता, रॉयल कोर्ट, दरबार, टाइटल, उपाधि, फेटर्स, बेडिया. प्रेरणा अर्थ हिंदी में, अंग्रेजी में राइट इन इंग्लिश. प्रेरणा इंस्पिरेशन, बचपन ചൈൽഡ്ഹുഡ്, ഓജസി എനർജറ്റിക്, പ്രശംസ പ്രൈസ്. ഓക്കെ, ഇത്രയും തീർന്നു. എല്ലാവരും എന്ത് ചെയ്യണം, നോട്ട്ബുക്ക് എഴുതേണ്ട ഏതൊക്കെയാ? വേർഡ് മീനിങ്, എക്സസൈസ് നമ്പർ 1, 4, 5. നോട്ട്ബുക്കിലേക്ക് വേർഡ് മീനിങ്, ക്വസ്റ്റ്യൻ ആൻസർ, എക്സസൈസ് നമ്പർ 4 and 5 ഇത്ര എഴുതുക. അതുകൂടാതെ എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ എന്ത് ചെയ്യണം? എല്ലാ വർക്കും ചെയ്യണം. ടെക്സ്റ്റ് ബുക്ക് എല്ലാ വർക്കും വിത്ത് പെൻസിൽ കൊണ്ട് എഴുതുക. അതും കൂടെ എന്ത് ചെയ്യണം? ടെക്സ്റ്റ് ബുക്ക് ഒരു പാഠഭാഗം ഒരു കുറഞ്ഞത് 5 times എങ്കിലും വായിക്കണം. വായിച്ചാൽ പോരാ, ടീച്ചറിന്റെ ക്ലാസ് കേട്ടിട്ട് എന്ത് ചെയ്യണം? ടീച്ചർ പറയുന്നതിന്റെ മീനിങ് അതിന്റെ മുകളിൽ എഴുതി വെക്കണം. എന്നാലേ ഉള്ളൂ നിങ്ങൾക്ക് പാഠം മനസ്സിലാകുകയുള്ളൂ. ഓക്കെ, എന്നാലേ ഉള്ളൂ പാഠം മനസ്സിലാകുകയുള്ളൂ. നിങ്ങൾ വായിച്ചു പോകുമ്പോൾ ചുമ്മാ വായിച്ചു പോയാൽ പോരാ, അതിന്റെ വേർഡ് മീനിങ് മലയാളത്തിലോ ഇംഗ്ലീഷിലോ എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം? അതിന്റെ ടെക്സ്റ്റ് ബുക്കിന്റെ മുകളിൽ പെൻസിൽ കൊണ്ട് എഴുതി വെക്കണം. ഓക്കെ, പിന്നെ വേർഡ് മീനിങ് ബൈ ഹാർട്ട് ആക്കുക, ക്വസ്റ്റ്യൻ ആൻസർ ബൈ ഹാർട്ട് ആക്കുക. ഓക്കെ, I'm going to wind up our class. Thank you. Have a nice day.